ഹായ് ഗായ്സ്, എല്ലാവർക്കും സുമാക്കി ഫാമിലിയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നല്ല മഴയാണ് അല്ലേ? നല്ല മഴയാണ്, നല്ല കാറ്റുണ്ട്, മഴയുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ മഴയത്ത് നമുക്ക് എന്താ പറയുക, ഈവനിങ്ങിൽ നല്ല ചൂട് ചായയും അതുപോലെ തന്നെ എന്തെങ്കിലും എണ്ണപ്പലഹാരം കഴിക്കാനൊക്കെ ഭയങ്കര ആഗ്രഹമാണ്. അതായത് ഇപ്പോൾ പരിപ്പ് വടയോ ഉഴുന്നുവടയോ പഴംപൊരിയോ അങ്ങനെ എന്തെങ്കിലും ബജ്ജികളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ ഭയങ്കര ഒരു രസമാണല്ലേ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ എന്താ പറയുക, എൻ്റെ ഒരു കയ്യിൽ ചെമ്മീനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ചെമ്മീൻ വടയൊന്ന് തയ്യാറാക്കിയല്ലോ എന്നുള്ളത്. അപ്പോൾ ഇന്ന് നിങ്ങൾക്കായിട്ട് ഞാൻ ചെമ്മീൻ വടയാണ് കേട്ടോ കാണിച്ചു തരുന്നത്. പല രീതിയിലും തയ്യാറാക്കുന്നുണ്ട്. ഞാനിപ്പോൾ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്കിപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ കണ്ടോ, നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട്, നല്ല രസമല്ലേ, നല്ല തണുത്ത കാലാവസ്ഥയും. അപ്പോൾ എന്തായാലും നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് ചെമ്മീൻ കഴുകി വൃത്തിയാക്കി അതിൻ്റെ ഉള്ളിലെ ഞരമ്പൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിരിക്കുന്ന ചെമ്മീനാണ്. 250 ഗ്രാമാണ് നമ്മൾ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ എന്താ പറയുക, ഇതിലേക്ക് കുറച്ച് സംഭവങ്ങളൊക്കെ ചേർക്കാനുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് പോവാം. അതിനായിട്ട് ആദ്യം ഒരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇത് രണ്ടും ഒന്ന് എന്താ പറയുക, അങ്ങനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇടുക. ഏതായാലും നമ്മളിത് ഒക്കെ അരച്ചെടുക്കാനാണ് പോണേ. അപ്പോൾ പിന്നെ വലുതാക്കി ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അരയാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒന്നും കൂടി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇടുന്നത്. അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് സവോളയാണ്. സവോള അരിഞ്ഞത് ചേർക്കുകയാണ്. അല്ലെങ്കിൽ ചെറിയ ഉള്ളി ആണെങ്കിൽ ചെറിയ ഉള്ളി ചേർത്താലും മതിയാവും. ഞാനിപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു സവോള ചേർത്തിട്ടുണ്ട്, അതും ചേർക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് എന്താ പറയുക, നോക്കട്ടെ കേട്ടോ ഞാൻ എന്താ ചേർത്തിരിക്കുന്നത്. പിന്നെന്താണ്, പച്ചമുളക് എന്ന് പറഞ്ഞാൽ ഇത് നല്ല എരിവുള്ള പച്ചമുളകാണ്. അതുകൊണ്ട് ഞാനിത് രണ്ടെണ്ണം ചേർത്തിട്ടുണ്ട്. സാധാരണ പച്ചമുളകൊക്കെ ആണെങ്കിൽ ചിലതിന് എരിവുണ്ടാവില്ല. നമ്മളിപ്പോൾ നീളത്തിലുള്ള പച്ചമുളക് ഉണ്ടല്ലോ, അതിൽ ചിലതിന് എരിവുണ്ടാവില്ല. അപ്പോൾ അത് ഇതിന് നല്ല എരിവുള്ള കാരണം ഇത് രണ്ടേ ചേർത്തുള്ളൂ. മറ്റേ മുളകൊക്കെ ആണെങ്കിൽ ഒരു 3 or 4 ഒക്കെ ചേർക്കാം കേട്ടോ. പിന്നെ നമ്മളിതിൽ ചേർത്തിരിക്കുന്ന കറിവേപ്പിലയാണ്, അത് ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മളിതാ കുറച്ച് ഉപ്പ് ചേർക്കുകയാണ്. പിന്നെ ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് എന്താ പറയുക, മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കും. അപ്പോൾ പച്ചമുളക്, സവോള, ഇഞ്ചി, വെളുത്തുള്ളി, ഉപ്പ്, കറിവേപ്പില ഇത്രയാണ് ഇപ്പോൾ നമ്മൾ ചേർത്തിരിക്കുന്നത്. ഇനി നമ്മൾ ചേർക്കുന്നത് മസാലപ്പൊടികളാണ്. അതിലാദ്യം നമ്മൾ ചേർക്കുന്നത് മുളക് പൊടിയാണ്. പിന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ച് കാശ്മീരി മുളക് പൊടി, അതൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതും നമ്മൾ കുറച്ച് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് എരിവ് ഉള്ളത് നല്ലതാണ്, കാരണം ചെമ്മീനൊക്കെ അല്ല, അതൊരു എന്താ പറയുക, നോൺ സംഭവങ്ങളായതുകൊണ്ട് നമുക്കിതിൽ എരിവുകൾ മുന്നിട്ട് നിന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മളിപ്പോൾ ചേർത്തിരിക്കുന്ന മഞ്ഞൾപ്പൊടിയാണ്, അത് ഇതിലേക്ക് ചേർക്കുക. പിന്നെ ഞാൻ ചേർക്കുന്നത് മറ്റേ എന്താ പറയുക, പെരിഞ്ജീരകത്തിൻ്റെ പൊടി. ഓക്കെ, പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഇല്ലെങ്കിൽ പെരിഞ്ജീരകം കുറച്ച് ചേർത്താലും മതി. ഇതിപ്പോൾ പൊടി ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ, അപ്പോൾ ഞാൻ അതാണ് ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. ചിലർ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗരം മസാലപ്പൊടിയൊക്കെ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ, അത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിൽ ചേർക്കുന്നതുള്ളു കായപ്പൊടിയാണ്, അതും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് എല്ലാം കൂടി വെള്ളം ചേർക്കാതെ നന്നായിട്ട് അരച്ച് എടുക്കുക. അരച്ചെന്ന് പറഞ്ഞാൽ നന്നായിട്ട് അരയണമെന്നൊന്നും നിർബന്ധമില്ല. ഇപ്പം ഒരു ചെറിയ തരി ഉണ്ടായാലും കുഴപ്പമില്ല, നമുക്കിടയിൽ കടിക്കാൻ നല്ലതാണത്. ഓക്കെ, അപ്പോൾ നമ്മളിത് അരച്ച് എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുക. ഇനി ഈ സെയിം ബൗളിലാണ് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീനും ചേർത്ത് നമ്മൾ അരച്ച് എടുക്കണം. അരച്ചത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ അത് ഈ എന്താ പറയുക, ഈ മിക്സിയിൽ തന്നെ ചേർത്തിട്ട് ക്രഷ് ചെയ്ത് എടുക്കുക. അപ്പോൾ അതും നമ്മൾ വെള്ളം ഇല്ലാതെ ആണ് അത് ക്രഷ് ചെയ്ത് എടുക്കുന്നത്. കാരണം വെള്ളത്തോടൊക്കെ ആവുമ്പോൾ ഇത് നമുക്ക് ഭയങ്കര സ്റ്റിക്കിയാണ്. എല്ലാം കൂടി മിക്സ് ചെയ്ത് വരുമ്പോൾ ഇപ്പോൾ സവോളയ്ക്കും വെള്ളമുണ്ട്, വെജിറ്റബിൾസ് ഇപ്പോൾ നമ്മൾ ചേർത്തതിലൊക്കെ കുറച്ച് വെള്ളത്തിന് അംശം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് അതിലും വെള്ളം ചേർക്കാഞ്ഞത്. അപ്പോൾ ഇതെല്ലാം കൂടി വരുമ്പോൾ ഒരു സ്റ്റിക്കി ആയിട്ടുള്ളൊരു പരിവായിരിക്കും. നമുക്ക് ഇപ്പോൾ ഷേപ്പ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതിൽ ബൈൻഡിങ് ആയിട്ട് നമുക്ക് വേറെ പല സംഭവങ്ങളും ചേർക്കാം കേട്ടോ, അത് ഞാൻ വഴിയെ പറഞ്ഞു തരാം എന്തൊക്കെയാണെന്നുള്ളതൊക്കെ.
അപ്പോൾ ഇതാ നമ്മൾ ചെമ്മീനും മിക്സിയിൽ ചേർത്തിട്ട് ഇതാ അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെ നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ ഒരു എന്താ പറയുക, ഒരു കണ്ടോ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ചേർത്ത് നന്നായിട്ട് ഈ മസാലയിൽ മിക്സ് ചെയ്ത് എടുക്കുക. അപ്പോൾ ചെമ്മീനിലേക്ക് നന്നായിട്ട് ആ മസാല കോട്ടായിട്ട് കിട്ടണം. കൈ കൊണ്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം, സ്പൂൺ കൊണ്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ താല്പര്യം പോലെ. നന്നായിട്ട് അത് മിക്സ് ആവണം. എല്ലാ ഭാഗത്തേക്കും ആ മസാല എത്തുന്ന രീതിയിൽ മിക്സാക്കി എടുക്കുക. എന്നിട്ട് ഇതിൽ നമ്മൾ ബൈൻഡിങ് ആയിട്ട് ഞാൻ കൊടുത്തിരിക്കുന്നത് അരിപ്പൊടിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അരിപ്പൊടിയും അതുപോലെ തന്നെ കടലമാവ് അത് ചേർത്ത് കൊടുക്കാം. അതല്ലെങ്കിൽ ഇതൊന്നും അല്ലാത്ത, അതായത് പൊടികളൊന്നും അല്ലാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ പരിപ്പ്, നമ്മൾ പരിപ്പ് വട ഉണ്ടാക്കില്ലേ, അപ്പോൾ അങ്ങനെയും നമുക്ക് പരിപ്പ് ചേർത്തിട്ട് പരിപ്പ് ഇതുപോലെ കുതിർക്കുക. 2-3 മണിക്കൂർ കുതിർത്തതിന് ശേഷം ഇതുപോലെ ക്രഷ് ചെയ്ത്, നമ്മൾ പരിപ്പ് വടയൊക്കെ ഉണ്ടാക്കുമ്പോൾ ക്രഷ് ചെയ്തെടുക്കില്ല, അതേപോലെ അപ്പോൾ സവോളയുടെ കൂട്ടത്തിലൊക്കെ ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇടയിൽ പരിപ്പ് കടിക്കാനും കിട്ടും. ഓക്കെ, അപ്പോൾ അതും ഒരു രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം. ഇപ്പോൾ ഞാനിവിടെ പരിപ്പൊന്നും ചേർത്തിട്ടില്ല, ഞാനിവിടെ അരിപ്പൊടിയാണ് ചേർക്കണേ. ബൈൻഡിങ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് അരിപ്പൊടിയാണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് കടലമാവും അരിപ്പൊടിയും കൂടിയും ചേർക്കാം, അല്ലെങ്കിൽ കടലമാവ് മാത്രമായിട്ടും ചേർക്കാം. അതൊക്കെ നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് ചേർക്കുക. പിന്നെ പരിപ്പ് ചേർത്താൽ കുറച്ചുകൂടിയും ബെറ്റർ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാനതിൽ നമുക്കൊരു ചെറുതായിട്ട് ആ പരിപ്പിൻ്റെ കടിക്കാൻ കിട്ടുന്നത് കുറച്ച് നല്ലതായിരിക്കും കേട്ടോ ഈ വടയിൽ. അപ്പോൾ അത് ചേർക്കുന്നതായിരിക്കും ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാനതിൽ ചേർക്കുന്നത്, പക്ഷേ എനിക്കിങ്ങനെ കഴിച്ച് തോന്നിയപ്പോൾ എനിക്ക് തോന്നി പരിപ്പ് കൂടി ചേർത്താൽ കൊള്ളാമായിരുന്നു എന്നുള്ളത് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ തയ്യാറാക്കുമ്പോൾ പരിപ്പും കൂടി ചേർത്തിട്ടും തയ്യാറാക്കി നോക്കൂ കേട്ടോ. പിന്നെ അപ്പം അങ്ങനെയാണെങ്കിലും പരിപ്പ് ചേർത്താലും നിങ്ങൾക്ക് വേണമെങ്കിൽ അരിപ്പൊടിയും കൂടി ചേർക്കാം. കുറച്ചൊരു ക്രിസ്പിനെസ് നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് അരിപ്പൊടിയും കൂടി ചേർക്കാം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇനി നമ്മൾ എന്താ പറയുക, മാവൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്, എല്ലാം നന്നായി മിക്സായി വന്നിട്ടുണ്ട്. അരിപ്പൊടിയൊക്കെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എനിക്ക് കുറച്ചധികം അരിപ്പൊടിയൊക്കെ ചേർക്കേണ്ടതായിട്ട് വന്നിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു ഇത് കിട്ടണ്ടേ, നല്ല സ്റ്റിക്കിയാണ് സാധനം. ഇത് എങ്ങനെയായാലും നമ്മൾ കുറച്ച് വരുമ്പോൾ ഒരു സ്റ്റിക്നെസ് ഉണ്ട്. അപ്പോൾ അതൊരു വിധം പിടിക്കാൻ പറ്റണ പോലെ ആവാനായിട്ട് ഞാൻ കുറച്ച് അരിപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തു കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരു അരക്കപ്പോളൊക്കെ ചേർത്തിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്, അതിൽ കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ചേർത്ത് ഇനി നമ്മൾ എന്താ വെച്ചാൽ കൈയൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്യണം. എന്തായാലും ഈ സാധനം നമ്മുടെ കയ്യിലേക്ക് ഒന്ന് ഷേപ്പ് ചെയ്ത് വരണമെങ്കിൽ ഇത്തിരി പാടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ കൈ ഒന്നില്ലെങ്കിൽ എണ്ണ അല്ലെങ്കിൽ വെള്ളം അല്ലെങ്കിൽ നെയ്യ്, എന്തായാലും കുഴപ്പമില്ല, എണ്ണ അല്ലെങ്കിൽ വെള്ളമായിട്ട് നമ്മുടെ കൈ നന്നായിട്ട് ഗ്രീസ് ചെയ്തതിന് ശേഷം ഷേപ്പ് ചെയ്യുക. ഷേപ്പ് ചെയ്യുമ്പോൾ നന്നായിട്ട് കനം കുറഞ്ഞ് ഷേപ്പ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. ബിക്കോസ് അതൊരു എന്താ പറയുക, നോണൊക്കെ ഉള്ളത്, അപ്പോൾ അത് നന്നായിട്ടൊന്ന് കുക്കാവുന്നതായിരിക്കും ബെറ്റർ എന്ന് പറയും. അപ്പോൾ ഭയങ്കര കട്ടിക്കൊന്നും നമ്മൾ പരിപ്പ് വടയ്ക്ക് ഉണ്ടാക്കുന്ന അത്ര ആ ഒരു വണ്ണത്തിലൊന്നും എടുക്കണ്ട. കുറച്ച് നന്നായിട്ട് കനം കുറച്ച് തന്നെ പരത്തിയെടുത്തിട്ട് ചൂടായ എണ്ണയിലിട്ട് 2 സൈഡും ഫ്രൈ ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ചെറുതായിട്ട് റബ്ബറി ടൈപ്പാണ് ഈ സാധനം കേട്ടോ. ഇതിപ്പോൾ ഞാൻ വേറെ ഒന്നും നമ്മുടെ ഇടയിൽ എന്താ പരിപ്പ് കൊടുക്കണമെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പരിപ്പ് കൊടുത്താൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. ഇതിപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഒരു ചെറിയൊരു റബ്ബറി ടൈപ്പാണ്. ശരിക്കും ഒരു ചെമ്മീൻ ഒരു ടെക്സ്ചർ പോലെയാണ് വന്നത്. ഒരു റബ്ബറി, അത് കുക്കായി വരുമ്പോൾ റബ്ബറി ടൈപ്പാണ്. എന്നാലും ടേസ്റ്റ് വൈസ് നല്ലതുമായിരുന്നു കേട്ടോ. അപ്പോൾ അത് നിങ്ങളുണ്ടാക്കുമ്പോൾ പരിപ്പും കൂടി ചേർത്തിട്ട് ഉണ്ടാക്കുകയായിരിക്കും ബെറ്റർ എന്നാണ് ഞാൻ പറയണത്. ഓക്കെ, എൻ്റെ സജഷൻ ഞാൻ പറഞ്ഞ കേട്ടോ. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ പരിപ്പ് ചേർത്ത് ഉണ്ടാക്കാം. ഓക്കെ, ഒക്കെ തെറ്റിപ്പോണം. അപ്പോൾ എന്തായാലും നമ്മുടെ ചെമ്മീൻ വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റ് വൈസ് ഒക്കെ നല്ലതാണ്. നമ്മൾ മസാലയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, നല്ല അത്യാവശ്യം നന്നായിട്ടൊക്കെ മസാലയൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ല ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അതായത് നമ്മൾ ചായ റെഡിയാക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ പുതിയ ടീപ്പോട്ടാണ്. അപ്പോൾ എനിക്ക് കുറേ നാളായിട്ട് വിചാരിക്കുന്നതാണ് ഈ ടീപ്പോട്ട് വാങ്ങിക്കുന്നത്. അങ്ങനെ ഞാൻ എന്താ പറയുക, നമ്മളെ സ്റ്റിച്ച് എടുക്കാനായിട്ട് പോയപ്പോൾ ഞാൻ വാങ്ങിച്ച ഒരു ടീപ്പോട്ട്, അത് കടയിൽ. അപ്പോൾ ഇതൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങളൊക്കെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനിയും നല്ല നല്ല വീഡിയോസിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. അപ്പോൾ എന്തായാലും ചെമ്മീൻ വട ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ബൈ.